ഗ്രാൻഡ് സൊല്യൂഷൻസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റുകൾ പല സ്ഥലങ്ങളിലും പുതിയത് തുടങ്ങി വരുന്നൊരു ടൈമാണ്. അതിന് കാരണമുണ്ട്. ഈ ഓണത്തിന്റെ സെയില് മുമ്പിൽ കണ്ടുകൊണ്ട് സൂപ്പർ മാർക്കറ്റുകൾക്ക് വൻപിച്ച മാർക്കറ്റ് ഉണ്ടെന്ന് ധരിച്ചുകൊണ്ട് പൈസയുള്ളവരും NRIസും ഒക്കെ റിട്ടയർ ചെയ്തവരും പാർട്ണർഷിപ്പിലും ഒക്കെ പുതിയ സൂപ്പർ മാർക്കറ്റുകൾ പല സ്ഥലങ്ങളിലും തുടങ്ങി വരുന്നൊരു സമയമാണ്. പലരും എന്നോട് അപ്രോച്ച് ചെയ്യാറുണ്ട്, കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്, എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. എങ്കിൽ പോലും ഒരു സൂപ്പർ മാർക്കറ്റ് ലാഭത്തിൽ കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു മാറ്ററാണ്. ലാഭമില്ലെങ്കിൽ നമ്മുടെ സംരംഭം മുമ്പോട്ട് പോവില്ല. ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാം. ഇപ്പം പല സൂപ്പർ മാർക്കറ്റും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നവും അതാണ്. അപ്പം അങ്ങനത്തെ പ്രോബ്ലം ഫേസ് ചെയ്യുന്നവരും പുതിയത് തുടങ്ങുന്നവർക്കും വളരെ പ്രയോജനകരമായൊരു വീഡിയോ ആയിരിക്കും ഇത്, തർക്കമില്ല. കാരണം മറ്റൊന്നുമല്ല, സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങുമ്പോൾ ഒന്നിലെ ഒരു പർച്ചേസ് മാനേജറെ എടുത്തുകൊണ്ട് പർച്ചേസ് ചെയ്യുന്ന രീതി നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരു ജനറൽ മാനേജറെ എടുത്തുകൊണ്ട് മുഴുവൻ കാര്യങ്ങളും ഏൽപ്പിക്കുന്ന ഒരു രീതി നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഓണർമാർക്ക് കാര്യമായ നോളജ് ഇതിനെപ്പറ്റി ഉണ്ടാവില്ല. ഒരു പക്ഷേ സൂപ്പർ മാർക്കറ്റിൽ പോയി പർച്ചേസ് ചെയ്തതിലുപരി സൂപ്പർ മാർക്കറ്റ് സ്ഥാപനം അല്ലെ സംരംഭം നടത്തി മുന്നോട്ട് കൊണ്ടുപോയ എക്സ്പീരിയൻസ് അവർക്ക് ഉണ്ടാവില്ല. ഇന്ത്യയിലൊക്കെ പല സ്ഥലത്തു നിന്നായിട്ട് കിട്ടിയതും പഠിച്ചതും ഇല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് സൂപ്പർ മാർക്കറ്റ് നടത്തിയ പരിജ്ഞാനവും ഒക്കെ അവർക്കുണ്ടെങ്കിലും കേരളത്തിൽ സൂപ്പർ മാർക്കറ്റ് നടത്തി വിജയിപ്പിക്കണമെങ്കിൽ കുറച്ച് ടിപ്സ് നമ്മൾ യൂസ് ചെയ്തേ പറ്റൂ. അപ്പം അതിലേറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യം, ലാഭത്തിൽ എങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റ് പ്രവർത്തിക്കാം, ഇല്ലെങ്കിൽ തുടങ്ങുമ്പം ലാഭത്തിലേക്ക് വരുന്ന രീതിയിൽ എങ്ങനെ തുടങ്ങാം. നമ്മുടെ സബ്ജക്റ്റ് അതാണ്. ഇന്ന് ഒരു സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഫുഡ് ഐറ്റംസ് പർച്ചേസ് ചെയ്ത് സ്റ്റോർ നിറയ്ക്കുക എന്നുള്ളതാണ്. കസ്റ്റമർക്ക് ഏറ്റവും ആവശ്യമുള്ള ഫുഡ് ഐറ്റംസാണ് നമുക്കറിയാം. പക്ഷേ വളരെയധികം വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മളുടെ ഒരു 4-5 മീറ്റർ റാക്ക്, 4-5 മീറ്ററിന്റെ 2-3 റാക്ക് വെച്ചാലും തീരാത്തത്ര ബ്രേക്ക്ഫാസ്റ്റ് പൊടികൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പല കമ്പനികളുടെ പല പൊടികൾ, ഫ്രീ ഓഫറുകൾ, അല്ലെങ്കിൽ 250 ഗ്രാം ഫ്രീ, അങ്ങനെ ധാരാളം ഓഫറുകളുള്ള ബ്രേക്ക്ഫാസ്റ്റ് പൗഡറുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് ഡിസ്പ്ലേ ചെയ്യാൻ തന്നെ നമുക്ക് 4 മീറ്ററിന്റെ 2 ഷെൽഫ് വേണം. അവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പൾസസ് ധാരാളം കസ്റ്റമേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. പയറ്, പരിപ്പ്, കടല തുടങ്ങിയ ഐറ്റംസ് ഇഷ്ടം പോലെ യൂസ് ചെയ്യും. അതിന് സ്പേസ് വേണം. പിന്നെ അങ്ങോട്ട് പോയാൽ ജാമ്, സോസ്, മയോനൈസ് എന്ന് പറഞ്ഞ് വലിയൊരു ലിസ്റ്റാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇപ്പം ഈ പർച്ചേസർമാർ അല്ലെങ്കിൽ നിങ്ങൾ ഈ സ്ഥാപനം തുടങ്ങാൻ ഏൽപ്പിച്ചവർ ചെയ്യുന്നത് നല്ലൊരു ശതമാനം ഫുഡ് ഐറ്റംസ് എടുത്തു വെച്ച് സ്റ്റോർ നിറയ്ക്കുന്ന രീതിയാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. അത് ഏറ്റവും നഷ്ടം വരുത്തി വെക്കുന്ന ഒരു പരിപാടിയായിരിക്കും. ഒന്ന്. രണ്ടാമത്തെ, നോൺ ഫുഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും അത്യാവശ്യം വേണ്ട കുറച്ച് സോപ്പ് പൊടികൾ, അല്ലെങ്കിൽ ലിക്വിഡുകൾ, അല്ലെങ്കിൽ ഹാർപിക്ക് പോലെയുള്ള കുറച്ച് സാധനങ്ങൾ, അതൊക്കെ എടുത്തു വെച്ച് ബാക്കി സ്പേസ് കൂടി അങ്ങ് നിറയ്ക്കും. കമ്പനിക്ക് GP വരുന്ന അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റിന് ലാഭം കയറി വരുന്ന GP കൂട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റും ആ ഷോപ്പിൽ ഉണ്ടാവില്ല. ചിലപ്പോൾ കാണും കുറച്ച് മോപ്പ് കാണും, കുറച്ച് ടോയ്സ് കാണും, കുറച്ച് സ്റ്റീൽ കാണും, കുറച്ച് അലൂമിനിയം കാണും. അതെല്ലാം കൂടെ ഒരു ചെറിയ ഏരിയയിൽ ഒതുക്കി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കും. കസ്റ്റമർക്ക് ഒന്ന് എടുക്കാനും ബുദ്ധിമുട്ട്, കയറാനും ബുദ്ധിമുട്ട്. കുറച്ച് പ്ലാസ്റ്റിക് ഐറ്റംസും, ഒരു പല്ലറ്റ് ഇട്ടിട്ട് കുറച്ച് പ്ലാസ്റ്റിക് ഐറ്റംസും എടുത്തു വെക്കും. അങ്ങോട്ട് കസ്റ്റമർ ഒന്നും പോവില്ല. കാര്യം അവർക്കത് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റില്ല. കൂട്ടി 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 വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ നമുക്ക് പ്രോഫിറ്റ് വരുന്നത് ആ ഭാഗത്തു നിന്നാണ്. ഈ സൂപ്പർ മാർക്കറ്റിന്റെ ഓണർമാരും ഈ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയ പർച്ചേസറും ഇതിന്റെ GM-ഉം ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ കൃത്യമായൊരു കാര്യം. ഇനി ഈ വീഡിയോ കേട്ടതിന് ശേഷം സൂപ്പർ മാർക്കറ്റിന്റെ, നിങ്ങളുടെ സൂപ്പർ മാർക്കറ്റിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഹൈപ്പർ മാർക്കറ്റിന്റെ അവസ്ഥ ഇതാണെങ്കിൽ തീർച്ചയായിട്ടും ഫുഡ് ഐറ്റംസ് കുറച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഐറ്റംസ്, കിച്ചൺ വെയർ വേണം. ഇപ്പം കിച്ചൺ വെയർ എന്ന് പറയുമ്പം കിച്ചണിൽ സ്ത്രീകൾ ഉപയോഗിക്കുന്ന ധാരാളം ഐറ്റംസ്, അത് ഇന്ത്യയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലാതെ ചൈനയ്ക്കൊന്നും പോകണ്ട. ചൈനയിൽ നിന്ന് പർച്ചേസ് ചെയ്ത് അല്ലെങ്കിൽ ചൈന ഷോപ്പിൽ നിന്ന് മാർക്കറ്റിൽ പോയി പർച്ചേസ് ചെയ്യൊന്നും വേണ്ട. ഇന്ന് ഗുജറാത്തിലും അതുപോലെയുള്ള ബോംബെ, ഡൽഹി പോലെയുള്ള നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിലും
നമുക്ക് ആവശ്യമുള്ള ധാരാളം പ്രോഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്ത് ഇന്ന് കേരളത്തിലേക്ക് വരുന്നുണ്ട്. അത് പർച്ചേസ് ചെയ്ത് വെക്കുക. കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ, അത് ഒരു പക്ഷേ ടേബിളിൽ വെക്കാൻ പറ്റിയതായിരിക്കാം, കിച്ചണിൽ വെക്കാൻ പറ്റിയതായിരിക്കാം, ബെഡ്റൂമിൽ വെക്കാൻ പറ്റിയതായിരിക്കാം. അങ്ങനെയുള്ള ഐറ്റംസ്, ലാഭം കിട്ടുന്ന സാധനങ്ങളുടെ ഒരു നല്ലൊരു ശതമാനം സൂപ്പർ മാർക്കറ്റിൻ്റെ ഡിസ്പ്ലേ ആ രീതിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞാൽ ഒരു 50% ആ രീതിയിലുള്ള ഐറ്റംസും ബാക്കി 50% സൂപ്പർ മാർക്കറ്റിൻ്റെ ഫുഡും നോൺ ഫുഡും ഐറ്റംസും വെച്ച് സൂപ്പർ മാർക്കറ്റ് ഫില്ല് ചെയ്താൽ കസ്റ്റമർ ഏറ്റവും ആദ്യം പോകുന്നത് നമ്മൾ ഈ പറഞ്ഞ സെക്ഷനിലേക്കായിരിക്കും. അപ്പോൾ അവരങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള സ്റ്റീൽ ഐറ്റംസ് കിട്ടും. ഇപ്പോൾ സ്റ്റീല് തന്നെ പഴയ പോലെയല്ല, വളരെ വിലക്കുറവാണ് സ്റ്റീലൊക്കെ. ക്വാളിറ്റിയിൽ പ്രശ്നമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പം 5, 10, 20 കൊല്ലമൊന്നും ഉപയോഗിക്കുന്ന സ്റ്റീലൊന്നും മാർക്കറ്റിൽ കിട്ടില്ല. നമ്മൾ 2-3 വർഷം ഉപയോഗിക്കും, അത് മാറ്റും. അപ്പം അതിന് പറ്റിയ സ്റ്റീലുകൾ, അലൂമിനിയം പാത്രങ്ങൾ, പിന്നെ കിച്ചൺ വെയറുകൾ, അതുപോലെ കുറച്ച് ഫ്ലവേഴ്സ്, അങ്ങനെ അങ്ങ് പറഞ്ഞാൽ ഒത്തിരി ലിസ്റ്റ് പറയേണ്ടി വരും. കുറച്ച് സ്വിമ്മിങ്ങിൻ്റെ ഐറ്റംസ്, ഇപ്പോൾ ഫ്ലാറ്റൊക്കെ ഉള്ള ഏരിയ ആണ്, സ്വിമ്മിംഗ് പൂൾ കാണും, സ്വിമ്മിങ്ങിൻ്റെ ഐറ്റംസ് വേണം, സ്പോർട്സിൻ്റെ ഐറ്റംസ് വേണം, അതുപോലെ കുട്ടികളുടെ ടോയ്സ് വേണം, അതുപോലെ കുറച്ച് സൈക്കിള് കാര്യങ്ങളൊക്കെ, കുട്ടികളുടെ ചെറിയ ചെറിയ സൈക്കിള് കാര്യങ്ങൾ അങ്ങനെയുള്ളത് വേണം. സ്പേസ് ഇല്ലെങ്കിൽ പോലും ഉള്ള സ്പേസിൽ ഈ കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിയാൽ നിങ്ങളുടെ സൂപ്പർ മാർക്കറ്റ് ലാഭത്തിൽ പ്രവർത്തിക്കാൻ വേറൊന്നും വേണ്ട. ഇപ്പൊ പല സ്ഥലത്ത് ചെന്നാലും നമ്മൾ ഈ പറയുന്ന ഐറ്റംസ് ഒന്നും കാണില്ല. അതെന്തുകൊണ്ടാണ്? അവർക്ക് ഫുഡ് ഐറ്റംസിൽ കോൺസെൻട്രേറ്റ് ചെയ്യും, ഫുഡ് ഐറ്റംസ് വിൽക്കും, കുറച്ച് എക്സ്പയർ ആവും, കുറച്ച് ഡാമേജ് ആകും, കുറച്ച് റീപ്ലേസ് ചെയ്യും. അതിൻ്റെ പുറകിലുള്ള പ്രശ്നങ്ങൾ, കസ്റ്റമറുമായിട്ടുള്ള പ്രശ്നങ്ങൾ, പുഴു കയറി എന്നുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള 100,000 പ്രശ്നങ്ങൾ വേറെയും. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ ഏറ്റവും നല്ലത് ഫുഡ് ഐറ്റംസ് കുറയ്ക്കുക. കുറച്ചുകൊണ്ട് കമ്പനിക്ക് ലാഭം കിട്ടുന്ന ഐറ്റംസ് കൂടുതൽ വെച്ച് കസ്റ്റമറെ അട്രാക്ട് ചെയ്യുക. കസ്റ്റമർ ഇപ്പോൾ അത്യാവശ്യം പോയാൽ ഒരു കിച്ചൺ ട്രഷേഴ്സിൻ്റെ ഒരു 2 കിലോയുടെ പൊടി വാങ്ങിക്കും. അതിനുവേണ്ടി 20 കമ്പനികളുടെ പൊടി വെക്കേണ്ട ആവശ്യം എന്താ അവിടെയുള്ള? എൻ്റെ ആവശ്യം നമുക്കില്ല അവിടെ. അതുപോലെ അച്ചാറുകൾ, ഇന്ന് എല്ലാ കമ്പനിക്കും പിക്കിൾസ് ഉണ്ട്. ഒരു 2-3 കമ്പനിയുടെ പിക്കിൾസ് വെച്ചിട്ട് ബാക്കിയുള്ള കമ്പനിയെ നമ്മൾ ഒഴിവാക്കുക. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്ത് പർച്ചേസ് ചെയ്യുക. പ്രത്യേകിച്ച് ഫുഡ് ഐറ്റംസ് ഒരു 30-40% ഏരിയയിൽ ഫുഡ് ഐറ്റംസ് ഒതുക്കിക്കൊണ്ട്, പിന്നെ വെജിറ്റബിൾസ് ഒക്കെ ഒരു ഏരിയ കൊടുത്ത്, നോൺ ഫുഡിന് കുറച്ച് ഏരിയ കൊടുത്ത്, ബാക്കിയുള്ള 50% ഏരിയ ലാഭം കിട്ടുന്ന ഐറ്റംസ് വെച്ച് ഭംഗിയായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വിൽക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങളുടെ സൂപ്പർ മാർക്കറ്റുകൾ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക. ഇനി തുടങ്ങുന്നവരാണെങ്കിൽ തന്നെ ആ രീതിയിൽ ഡെവലപ്പ് ചെയ്യുക, ആ രീതിയിൽ തുടങ്ങുക. എങ്കിൽ മാത്രമേ ഇന്ന് ലാഭത്തിൽ സൂപ്പർ മാർക്കറ്റുകൾ പ്രവർത്തിക്കുകയുള്ളൂ. ലാഭമില്ലാതെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. മാസം അവസാനമാവുമ്പോൾ ഒരു 13% അല്ലെ 14-15%, ചിലയിടത്തൊക്കെ 18% വരെ വരുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ 60-40 ചെയ്ത് കഴിഞ്ഞാൽ 40% ഫുഡും 60% മറ്റ് ഐറ്റംസും 18% വരെ ലാഭമെടുക്കുന്ന സൂപ്പർ മാർക്കറ്റുകൾ ഇന്ന് കേരളത്തിലുണ്ട്. അത് അവരുടെ റെന്റ്, ബിൽഡിംഗ് റെന്റാണ്, റെന്റ്, സാലറി, ഇലക്ട്രിസിറ്റി, വാഹനങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഫൈനാൻസ് എല്ലാം കഴിഞ്ഞാലും ഒരു എമൗണ്ട് കമ്പനിക്ക് കിട്ടുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന സൂപ്പർ മാർക്കറ്റുകൾ ഇന്ന് കേരളത്തിലുണ്ട്. പക്ഷേ അത് ഈ രീതിയിലായിരിക്കണം. ഇപ്പോൾ പുതുതായിട്ട് തുടങ്ങുന്നവരും ഇപ്പം നടത്തിക്കൊണ്ട് പോകുന്നവരും ഈ രീതിയിലേക്ക് നിങ്ങളുടെ സൂപ്പർ മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യുക. തീർച്ചയായിട്ടും സെയിലുണ്ടാവും. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. നമ്പർ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്പറുണ്ട്, നിങ്ങൾക്ക് വിളിക്കാം, സംസാരിക്കാം, കൂടുതൽ ഡീറ്റെയിൽസ് പറയാം, വേണ്ട അഡ്വൈസ് തരാം. താങ്ക് യു വെരി മച്ച്.